Hi all, welcome back to Career Win Updates. കേരള യൂണിവേഴ്സിറ്റി 2024-25 അധ്യയന വർഷത്തേക്കുള്ള ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് തേർഡ് അലോട്ട്മെൻറ്റ് കൂടി പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ തേർഡ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികളും അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികളും ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടുകൂടെ കാണുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഇന്ന് തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള admission.keralauniversity.ac.in എന്നുള്ള വെബ്സൈറ്റിൽ വന്ന് FYUGB 2024-25 എന്നുള്ള ആ ഒരു ലിങ്കിൽ പ്രവേശിച്ച് നിങ്ങൾ നേരത്തെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പരിശോധിച്ച അതേ രീതിയിൽ തന്നെ ആപ്ലിക്കേഷൻ ലോഗിനിൽ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ തേർഡ് അലോട്ട്മെൻറ്റ് പരിശോധിക്കേണ്ടതാണ്. ഇപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അതായത് തേർഡ് അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ 28/6/2024 കോളേജിൽ പോയിട്ട് പെർമനൻ്റായിട്ട് അഡ്മിഷൻ എടുക്കേണ്ടത്. അതായത് തേർഡ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും ടെമ്പററി അഡ്മിഷൻ എന്നുള്ള ഓപ്ഷനില്ല. എല്ലാ വിദ്യാർത്ഥികളും ഡയറക്റ്റ് കോളേജിൽ പോയിട്ട് എല്ലാ സർട്ടിഫിക്കറ്റും സമർപ്പിച്ച് പെർമനൻ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ നോക്കാം. അതിലൊന്നാമതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ മെൻഡേറ്ററി ഫീ, അതായത് അഡ്മിഷൻ ഫീ നിങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ മെൻഡേറ്ററി ഫീ നിങ്ങൾ അടക്കുക. ഇനി നേരത്തെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ ഓൾറെഡി അഡ്മിഷൻ ലഭിക്കുകയും പിന്നീട് ഈ പറയുന്ന മെൻഡേറ്ററി ഫീ അടക്കുകയും ചെയ്തവരാണെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റ് പുതുതായിട്ടൊന്നും അടക്കേണ്ട ആവശ്യമില്ല. ഇനി അതേപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ടെമ്പററി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ, അത്തരത്തിലെ വിദ്യാർത്ഥികളും തേർഡ് അലോട്ട്മെൻറ്റിൽ നിർബന്ധമായിട്ടും തേർഡ് അലോട്ട്മെൻറ്റിൽ എവിടെയും മാറ്റം വന്നിട്ടില്ല എങ്കിലും ആ പറഞ്ഞ കോളേജിൽ തന്നെ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 28/6/2024. ഇനി അതേപോലെ തേർഡ് അലോട്ട്മെൻറ്റിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ടെമ്പററി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് എവിടെയെങ്കിലും കോളേജ് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ എവിടെയാണോ മാറിയിട്ടുള്ളത് ആ കോളേജിൽ നിർബന്ധമായിട്ടും പോയിട്ട്, കാരണം ഇപ്പോൾ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുത്ത കോളേജിൽ നിന്നും എല്ലാ സർട്ടിഫിക്കറ്റും വാങ്ങിയിട്ട് തേർഡ് അലോട്ട്മെൻറ്റ് എവിടെയാണോ ലഭിച്ചിട്ടുള്ളത് ആ കോളേജിൽ പോയിട്ട് പെർമനൻ്റ് അഡ്മിഷൻ നിർബന്ധമായിട്ടും എടുക്കേണ്ടതാണ്. ഈ ഒരു കാര്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. ഇനി അതേപോലെ പുതുതായിട്ട് അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് യൂണിവേഴ്സിറ്റി മെൻഡേറ്ററി ഫീ അടക്കുന്നു. അതിനുശേഷം അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യുന്നു. അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞിട്ടുള്ള അതേ തീയതിയിൽ നിങ്ങൾ ഏത് കോളേജിലാണ് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് ആ കോളേജിൽ പോയിട്ട് എല്ലാ സർട്ടിഫിക്കറ്റും സമർപ്പിച്ച് നിങ്ങളുടെ അഡ്മിഷൻ ഫീ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കോളേജിൽ കൊടുത്ത് നിർബന്ധമായിട്ടും നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. 28/6/2024 ഏതെങ്കിലും വിദ്യാർത്ഥിക്ക് ആ കോളേജിൽ ഇപ്പോൾ കിട്ടിയ കോളേജിൽ പോയിട്ട് പെർമനൻ്റ് അഡ്മിഷൻ എടുക്കാൻ പറ്റാത്ത സാഹചര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ആ കോളേജുമായി കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സാഹചര്യം അറിയിച്ച് നിങ്ങളുടെ അഡ്മിഷൻ ജസ്റ്റ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെക്കാൻ വേണ്ടി നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം 28/6/2024 അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അഡ്മിഷൻ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് പെർമനൻ്റ് അഡ്മിഷൻ മാത്രമേ നമുക്ക് ഓപ്ഷനുള്ളൂ. അഥവാ വളരെ സീരിയസ് ആയിട്ടുള്ള കേസുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രം എന്തെങ്കിലും കോളേജുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് മാത്രം. ബാക്കി എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായിട്ടും പെർമനൻ്റ് അഡ്മിഷൻ എടുത്തു വെക്കുക. അതേപോലെ അഡ്മിഷൻ സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് ലഭിക്കാത്തവരുണ്ടെങ്കിൽ, അതായത് +2 ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ നിങ്ങൾ ഡിജി ലോക്കറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത മാർക്ക് ലിസ്റ്റോ അല്ലെങ്കിൽ പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പൽ സാക്ഷ്യപ്പെടുത്തിയ മാർക്ക് ലിസ്റ്റോ നിങ്ങൾ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കിയാൽ മതി. എന്നാൽ TC അതേപോലെ തന്നെ കോൺട്രാക്ട് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള സംവരണം തെളിയിക്കുന്ന കമ്മ്യൂണിറ്റി വിഭാഗത്തിൽപ്പെടുന്ന കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, NSC വിഭാഗത്തിൽപ്പെടുന്ന ഒരു കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതിൽ ബോണസ് മാർക്ക് ലഭിക്കുന്ന NCC NSS കോഡ് ഉൾപ്പെടെയുള്ള ഏതെങ്കിലും ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആ പറയുന്ന എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും നിങ്ങൾ ഹാജരാക്കുക. ഇത്രയും കാര്യങ്ങളാണ് തേർഡ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി ശ്രദ്ധിക്കുന്നത്. ഇനി അതേപോലെ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ടാവും. ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് സമയത്ത് നിലവിൽ ഏതെങ്കിലും വിദ്യാർത്ഥികൾ കേരള യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷ കൊടുത്തിട്ടില്ലെങ്കിൽ, രജിസ്ട്രേഷൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ അത്തരത്തിൽ വിദ്യാർത്ഥികൾക്കും പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള സമയം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് സമയത്തുണ്ട്. അതേപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും മെൻഡേറ്ററി ഫീ അടക്കാതെ അലോട്ട്മെൻറ്റിന് പുറത്തു പോയിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അതായത് തേർഡ് അലോട്ട്മെൻറ്റിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികളും അതേപോലെ തന്നെ മെൻഡേറ്ററി ഫീ അടക്കാത്ത ഒരുപാട് വിദ്യാർത്ഥികളും ഓൾറെഡി തേർഡ് അലോട്ട്മെൻറ്റിന് പുറത്തു പോയിട്ടുണ്ട്. അത്തരത്തിലെ വിദ്യാർത്ഥികൾക്ക് വീണ്ടും കേരള യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് സമയത്ത് പുതുതായിട്ട് വീണ്ടും രജിസ്റ്റർ ചെയ്യണം. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ ഒരുപാട് വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്യാത്തവരും അത്തരത്തിൽ വിദ്യാർത്ഥികൾക്കൊക്കെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും കേരള യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഡിഗ്രിയുടെ പ്രധാനപ്പെട്ട 3 അലോട്ട്മെൻറ്റും അവസാനിച്ചിരിക്കുകയാണ്. ഇനി എല്ലാ വിദ്യാർത്ഥികളും പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കാം. മറ്റു വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ഇനി ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും കോളേജിൽ വേക്കൻസി വരികയാണെങ്കിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് യൂണിവേഴ്സിറ്റി അനൗൺസ് ചെയ്യും. അതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ അപ്ഡേറ്റുകൾ തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ ഈ ചാനൽ അറിയിക്കുന്നതായിരിക്കും. പുതുതായിട്ട് അഡ്മിഷൻ അപേക്ഷ കൊടുക്കുവാൻ താല്പര്യമുള്ളവരൊക്കെ ആ സമയത്ത് കൊടുക്കുക.
അപ്പോൾ എന്തായാലും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നിങ്ങൾ ഈ ചാനൽ തന്നെ കൃത്യമായിട്ട് അറിയിക്കും. അതുപോലെ നിലവിൽ 3rd അലോട്ട്മെൻറ്റ് വരെ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ ഇതുവരെയും അത് അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലും ഒരുപാട് സീറ്റുകൾ വേക്കൻ്റ് വരും. ആ സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങളുടെ അഡ്മിഷൻ നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആരും നിരാശപ്പെടേണ്ട, പരമാവധി നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും പെർമനൻ്റ് ആയിട്ട് തന്നെ അഡ്മിഷൻ എടുത്തുകൊണ്ട് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുക. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ല ഒരു പുതിയൊരു അക്കാഡമിക് ഇയർ ആശംസിക്കുകയാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും നല്ല രീതിയിൽ തന്നെ 4 വർഷത്തെ ഡിഗ്രിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് 4 വർഷം വളരെ മനോഹരമായ രീതിയിൽ പഠനം പൂർത്തിയാക്കി ഏറ്റവും ഉന്നതമായ ഒരു മേഖലയിൽ നിങ്ങൾക്കൊക്കെ എത്തുവാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് പുതിയൊരു എഡ്യൂക്കേഷൻ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അരിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.